ഞാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. സോ നടികർ തിലകം എന്ന സിനിമ ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ലോഞ്ച് അല്ല, ബിക്കോസ് മൂവി ഈസ് ഓൾറെഡി ലോഞ്ച്ഡ്. ഇതിന്റെ പ്രീ ലോഞ്ച് സെറമണിയാണോ? അല്ല. അല്ലെങ്കിൽ പ്രീ റിലീസ് സെറമണിയാണോ? അല്ല. മ്യൂസിക് ലോഞ്ച് ആണോ? അല്ല. സക്സസ് സെലിബ്രേഷൻ ആണോ? ആവാൻ വഴിയില്ലല്ലോ, സിനിമ റിലീസ് ആയിട്ടില്ല. ഇന്നിവിടെ നടക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്ന ചടങ്ങാണ്. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി മാത്രമേ പറയാവൂ എന്ന് ലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോളൂ. സോ ഹാവിങ് സെഡ് ദാറ്റ്, നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ നടികർ തിലകം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടരുന്നതിന് മുൻപ് ഔപചാരികമായിട്ട് നിങ്ങളെ എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടി എൻ്റെതുണ്ട്. ഇഫ് ഐ കുഡ് സ്റ്റാർട്ട് ബൈ ഒഫീഷ്യലി വെൽക്കമിങ് ഓൾ മൈ മീഡിയ ഫ്രണ്ട്സ് ടു ദി ഇവന്റ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരു സിനിമയുടെ വിജയത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്തുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ മീഡിയ ഫ്രണ്ട്സിന്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റ്സ് ഉണ്ട്, അവർക്കും സ്വാഗതം. നമ്മുടെ ഈ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെയുണ്ട്, അവർക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്രണ്ട് റോസിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ തിളങ്ങുകയാണ്, ആരെയൊക്കെ എങ്ങനെയൊക്കെ വെൽക്കം ചെയ്യണം എന്നാണ്. ഇഫ് ഐ കുഡ് സ്റ്റാർട്ട് ബൈ വെൽക്കമിങ് our chief guest of the day, പ്രഭു സർ. സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് തമിഴ് ഒരു രക്ഷയില്ല. And of course, the captain of the ship, Jean-Paul Lal, popularly known as Junior Lal. ജൂനിയർ മാത്രമല്ല സീനിയർ തൊട്ട് കൊണ്ടിരിപ്പുണ്ട്. ലാൽ സർ, സ്വാഗതം. ആൻഡ് റൈറ്റ് നെക്സ്റ്റ് ടു വി ഹാവ് സുരേഷ് കൃഷ്ണ സർ. ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, അവരില്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതുകൊണ്ട് we have Naveen Yerneni from Maitri Movie Makers, one of our production partners, and of course Alan Anthony and Anup Venugopal, Godspeed ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞു ഇല്ല. We have a super protagonist. Tovino is right here in front of me. He's very handsome, he's very talented. Tovino is here. സൗബിൻ ചേട്ടാ സ്വാഗതം. സ്നേഹം മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഇഫ് ഐ കുഡ് ഓൾസോ മെൻഷൻ മിസ്റ്റർ ആൽബി, നമ്മളുടെ DOP കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ സുബിൻ. മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജാക്സൺ ആൻഡ് നേഹയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂംസ് ബി brought to us by ഏത്ത. മേക്കപ്പ് ചെയ്തിരിക്കുന്നത് RG വയനാട്. ആൻഡ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് രതീഷ് രാജ്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ കുറേ നേരം സംസാരിക്കുന്നു. ഇനി സംസാരിക്കാനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു യെസ്. ഓക്കെ. ഇപ്പോൾ ലാൽ സാർ, ഇനി സാർ അവിടെ ഇരിക്കണ്ട, ഇനി സാർ ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതും ഒക്കെ സാറാണ്. അപ്പോൾ ജൂനിയറിനും സീനിയറിനും വേദിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഡയറക്ടർ ജീൻ-പോൾ. പുറകെ വരാമെന്ന് പറയുന്നു. ബട്ട് ലാൽ സാർ ഇസ് ഹിയർ. നമസ്കാരം. സീനിയറോ ജൂനിയറോ അങ്ങണ്ട അവിടെ ഇരിക്കട്ടെ. നമസ്കാരമുണ്ട്. നടികർ തിലകം തെലങ്കാനയിലെ വലിയ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മൂവി മേക്കേഴ്സും ഗോഡ്സ്പീഡ് എന്ന് പറയുന്ന കമ്പനിയും ചേർന്ന് ഒരുമിച്ച് നിർമ്മിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ടൊവിനോ തോമസ്, സൗബിൻ, സുരേഷ് കൃഷ്ണ, ബാലു, ഭാവന, പിന്നെ ഒരുപടി 20-ഓളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എൻ്റെ മകൻ ലാൽ ജോലിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടികർ തിലകം. അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും അറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര, TV, മാധ്യമങ്ങളിലെ, ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ, അങ്ങനെ സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം. അതിനൊരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ്, അന്ന് ജീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസറിന്റെ ആയിരുന്നു. പ്രൊഫസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന, ഇത്രയും എളിമയായി സംസാരിക്കുന്ന, ഇത്രയും ആതിഥേയ മര്യാദയുള്ള
എനിക്ക് തോന്നുന്നു സാധാരണ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടാവും. നല്ലൊരു ഭക്ഷണം പ്രിയം കൂടിയാണ് അദ്ദേഹം. എന്നെയും പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം. വീട്ടിൽ മാത്രമല്ല, സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ള നന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോണുകളാണ് എനിക്ക് അന്ന് എത്തിയത്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, സാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്നാണ്. ഞാൻ സാറ് എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അയ്യോ അപ്പൊ പിന്നെ കുറച്ചേരൊക്കെ കൂടി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്താ സാറേ സാർ പുള്ളി തപ്പി കളിക്കുന്നു. വേണ്ടി ചോദിച്ചപ്പോ വേറെ ഒന്നുമില്ല സാർ, എന്നെ ലാൻസാർന്നുണ്ട് വിളിക്കുന്നു. എന്നെ മാത്രമല്ല, ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവമുണ്ട്, നടികർ തിലകം എന്ന് പറയുന്നത്. ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ആ പേരൊരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേരിടാൻ ശ്രമിച്ചതാണ്. അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി. ഇത് ലാൻസാർത്തിന് എങ്ങനെ പറയുന്നു, ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരു ഇത് ആവശ്യമായിട്ടോ അല്ല, ഒരു എന്താ പറയാ, എന്റെ ഒരു ഡിമാൻഡായിട്ടൊന്നുമല്ല, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരിൽ നിന്ന് കൃത്യം മാറ്റിയാൽ നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാലും ഒരു 7-8 മാസത്തോളമായിട്ട് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരിലേക്കും നടികർ തിലകം എന്നൊരു പേര് എത്തിച്ചു കഴിഞ്ഞു. ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടപ്പുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവര് കാശ്മീർ ഷൂട്ടിംഗ് വരികയാണ്. അവര് അടുത്ത ആഴ്ച വരും. ഞാൻ എപ്പോഴും അതിനൊരു കഴിയുന്നത് പോസിറ്റീവായിട്ടൊരു മറുപടി പറയാം എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു. എന്നോട് സോറി പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നൊരു റിക്വസ്റ്റ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെ ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ കരുതി ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി. ഞാൻ പോകേണ്ടതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോകേണ്ടതാണ്. പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജീവന് ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വേറെ പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പ്രൊഡക്ഷൻ കാര്യമാണെങ്കിലും എന്താണെങ്കിലും. എങ്കിലും സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ല ജീവനെ. ഞാൻ എന്നിട്ട് ആ വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് കഴിഞ്ഞ ഉടനെ ജീവൻ പറഞ്ഞു, പപ്പ കൂടി പേര് മാറ്റുന്നു, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ചോദിച്ചോളാം, പുതിയ പേര് എന്തെങ്കിലും ആവട്ടെ. പ്രഭുസാറിനെ പോലത്തെ ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം, അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കേട് ഭയങ്കരമായിരിക്കും. നമ്മൾ പേര് മാറ്റുന്നു പപ്പ, അതെന്താണെങ്കിൽ പേരെന്നൊക്കെ നമുക്ക് പിന്നെ അറിയിക്കാം. അദ്ദേഹത്തെ വിളിച്ച് ഇമ്മീഡിയറ്റായിട്ട് മാറ്റണം. ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു. സാറ് നമ്മുടെ പേര് മാറ്റി സാറ്, കുഴപ്പമില്ല, എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കൊള്ളാം, കുഴപ്പമില്ല. സാർ അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട, നടികർ തിലകം ഫാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും മതി, നടനത്തിലെ മൊത്തത്തിൽ മാറ്റണ്ട, അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞില്ല സാറേ, നമ്മളെന്താണെന്ന് തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്ന് ഉണർന്നു. ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, ഒരു കാര്യം ഇതിലിറങ്ങുമ്പോൾ അതിനകത്തൊരു ലാഭം കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു, സാർ ഒരു റിക്വസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും. അതിനൊന്ന് സാർ വരാം. ഉടനെ സാർ പറഞ്ഞത്, ഇത് എന്തല്ല അതിന് റിക്വസ്റ്റ്, ഇത് ഞാൻ പറയേണ്ടതല്ലേ, എന്റെ ആവശ്യമല്ലേ, ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അല്ല സാർ, ഇത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്, സാറ് വരണം. സാറ് വന്നിട്ട് ഈ പേര്, പുതിയ പേര് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും, അതിന് വേറെ മൈലേജും ഉണ്ടാവും. തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞനുസരിച്ചിട്ടാണ് സാറ് എന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഇതിനൊരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതാണ് ചടങ്ങ്. അപ്പോ
എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വാക്ക് പറയാൻ ടൊവിനോയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനും പ്രഭു സാറും ഞാൻ അഭിയും അനുവും എന്നുള്ള സിനിമ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സമയത്ത്, എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ആ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം കാണുന്ന ഒരാൾ, എല്ലാവരോടും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറുന്നത്. നമുക്ക് ഭയങ്കര അഡ്മറബിൾ ആയിട്ടുള്ള പെരുമാറ്റവും ഒക്കെയുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നടികർ തിലകം ശിവാജി ഗണേശൻ സാറിൻ്റെ ആ ഒരു ടൈറ്റിലൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടികർ തിലകം എന്നുള്ള ടൈറ്റിൽ അങ്ങനത്തെ ഒരു കണക്ഷനെങ്കിലും ശിവാജി ഗണേശൻ സാറുമായിട്ട് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭാഗ്യമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയല്ല, ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പം അദ്ദേഹം ഇവിടെ വരികയും നമ്മുടെ കൂടെ ഈ സമയത്ത് ഉണ്ടാവുകയും നമുക്ക് എല്ലാവിധ ആശീർവാദവും തരും എന്നുള്ളത് എല്ലാത്തിനേക്കാളും എനിക്ക് സന്തോഷമായിട്ട് കാണുന്നു. അപ്പോൾ പുതിയ പേര് ഇന്നിവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ആ പേരിൽ ഈ സിനിമ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ചില ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ അധികം സ്പേസ് ഉള്ള ഒരാള്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയാം. പക്ഷേ ഇത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പഠിച്ചു വെച്ചത് പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ടൊരു സ്പേസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ അത്രയും ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് ഐ കുഡ് വെൽക്കം ശ്രീ സാബുൽ ഷാഹിർ ഓൺ ടു ദ സ്റ്റേജ് ടു സ്പീക്ക് ടു ഓൾ ഓഫ് us. സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പിന്നെ നടികർ തിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. കാരണം എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് വേറൊരു രീതിയിലുള്ള ഫിലിം കാണുമ്പോൾ മനസ്സിലായി ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ട് ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ അതിലൂടെ ചോദിച്ച ജിയും ലാൽ സാർ, എല്ലാവർക്കും വളരെയധികം സന്തോഷം. പിന്നെ ലാൽ സാറിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ പറ്റിയ സാറിനും പ്രഭു സാറിനും ഞാൻ ഭയങ്കര ഫാനാണ് സാറിൻ്റെ. പണ്ട് കുറേ കരയിപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം പടം. ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം ഇറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100% എല്ലാവർക്കും അത് മനസ്സിൽ തട്ടുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് അവരായിരുന്നു സംസാരിക്കേണ്ടത്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എ ക്വിക്ക് പ്ലാൻ ചേഞ്ച് ആസ് ദേ ആർ നോട്ട് വില്ലിംഗ് ടു കം ഫോർവേഡ് ടു സ്പീക്ക്. സോ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഉറക്കെ മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ഒരുപാട് സിനിമകളുടെ പേര് ഇവരൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമില്ല, ഒരൊറ്റ സിനിമ മതി. പുഷ്പ എന്ന മൂവി നമുക്ക് മുന്നിൽ എത്തിച്ചത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ്. ആൻഡ് പുഷ്പ 2 ദ റൂൾ ഇസ് ഗെറ്റിംഗ് റെഡി ടു റിലീസ്. സോ ഗോഡ് സ്പീഡ്, ഓൾ ദി ബെസ്റ്റ്. അത് പറയുമ്പോൾ ഗോഡ് സ്പീഡ് എന്നുള്ള പേരും കൂടെ ഞാൻ പറഞ്ഞേ പറ്റൂ. നമ്മുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് അവർ. ആലൻ ആന്റണി ആൻഡ് അനൂപ് വേണുഗോപാൽ, അവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി ഓഡിയൻസ് ഞാൻ വിഷയമാണ്. ഒരു സിനിമയിൽ നിർത്തേണ്ട, തുടർന്നു കൊണ്ടേ ഇരിക്കട്ടെ. മികച്ച സിനിമകൾ നിങ്ങളുടെ ഗോഡ് സ്പീഡിൽ നിന്നും ഉണ്ടാകട്ടെ. ഗോഡ് സ്പീഡ്. റൈറ്റ്. ഹാവിങ് സെഡ് ദാറ്റ്, ഇനി നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ അവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ആ ചടങ്ങിലേക്ക്, ആ ചീഫ് ഗസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പ്രഭു സാർ ഇസ് ഹിയർ. അദ്ദേഹത്തിന് വളരെ വലിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. വി ലവ് ഹിം എ ലോട്ട്. അദ്ദേഹം വിളിച്ചു ഒരു കാര്യം ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ നമ്മൾ അതിനൊരു തീരുമാനമുണ്ടാക്കി. നമ്മൾ തിരിച്ച് അദ്ദേഹത്തോട് ഒന്ന് വരുമോ എന്ന് ആവശ്യപ്പെട്ടു. രണ്ടിലൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഇവിടെ എത്തി. കൃത്യസമയത്തെത്തി. ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇനി സാറിനെ അവിടെ ഇരുത്തുന്നില്ല, നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ലെറ്റ് എവരിബഡി സീ യു ഫോർ വൺ മോർ ടൈം. I would welcome the chief guest of the day, none other than one of the prominent actors of the industry. We have Sri Prabhu. പ്രിയപ്പെട്ട മക്കളെ, നമസ്കാരം.
don't think I'll go for that paper. Very happy. I'm very, very happy to be here in Kerala. Because people in Kerala love my father so much. And today I'm standing here is only because of the love and affection you show for my father. Thank you so much. And അച്ഛൻ മേലെ നീങ്ങെല്ലാം അത് വെച്ചിട്ട് ഭയങ്കര ലവായി എനിക്ക് இந்த ஆசீர்வாதம் எனக்கு இங்கே I'm here. When my father was there, people used to talk about him. When my father wasn't there, people cried over him in Kerala. Wherever I went. I went to some villages shooting. I did some Malayalam pictures with my brothers, Anna, Mamukka Anna, Namma Maapade, Mohanlal, Jairam sir, Dilip sir. எல்லாரும் கூட படங்கள் பண்ணியிருக்கேன். அவங்க கூடலாம் போகும்போதுலாம் அந்தந்த வில்லேஜில் சிவாஜி சாரை பார்த்துட்டு சிவாஜி சார் எப்படி இருக்கார், சிவாஜி சார் போயிட்டார், எங்களுக்கெல்லாம் ஆர்ட்டே போயிடுச்சு அப்படின்னு people cried about him. That's the time I know that people in Kerala were in awe of him. They loved him so much. And that love and affection, you are showing it here. Shobhi sir, Tovino, you surprised me with all your characters. You're a relentless, very good actor. You're a good actor too, sir. Lal sir, சொல்லவே வேண்டாம், பிரமாதமான ஆக்டர் லால் சார். ஜீன் வந்து என்னோட மகன் Vikram Prabhukumari ji. Gene, you did a hit movie earlier. You're going to keep doing hit movies. We are welcoming you to Tamil, and Mr. Maitreyi is welcoming you to Telugu. Please come. We need talented like you, talented people like you, and we need talented artists like you. Lal sir, meter only Malayalam meter, Tamil meter, Telugu meter, எல்லாம் ஆயிட்டு இருக்க சார். அது மாதிரி நீங்க எல்லாம் வரணும். You all have fantastic actors. யாத்ரா மொழி ஃபாதர் ஆக்ட் பண்ணும்போது அப்போ திலகன் சார் ஒரு பக்கம், நெடுமுடி சார் ஒரு பக்கம், லால் சார் ஒரு பக்கம். டேய் என்னடா இப்படி ஆக்ட் பண்றாங்க எல்லாம். சிவாஜி சார் பிரமாதம் ஆக்ட் பண்றாங்க. See what happened was Shivaji sir in between he did not act for about 5 or 6 years. So that time they had called him for this picture. So he went. Everyone wanted to act with Shivaji sir. Tilagan sir told me that. Mama, Nedumudi Anna also told me. And Lal வந்து அப்பா father has done 19 films with Mr. Balaji. Suchi father கூட 19 films. So father calls Lal Maapla, day Maapla Imada, like that. I also call him Maapla because Suchi is my sister. So like this continues. And of course Mamukka Anna, Dulkar and my son Vikram Prabhu are classmates, so we are close there also. Amma, Mrs. Lal, I'm so sorry I didn't come home. I'll come next time. Everyone is speaking about my food only, not about me. No, but that's how my father brought me up. My uncle, Mr. Shanmugam, was there, father's younger brother. He was School of Economics in London. He was the one who took care of my father. So they all brought us all up. Actors anywhere, technicians anywhere, people who come from media anywhere. First thing you ask them is, Saapting Lal. That is enough. So that's how I was brought up. But I'm so happy that Gene is doing a good job. Maitreyi production, you got a very big production. You have my Maapla, Alan. He also is a Godspeed production. So all this together with wonderful actors like Tovino, Shobhi sir, Ipudi ella. Bhavana is also there, right? She is my artist, my Shivaji Productions artist. So I wish all of you wonderful, wonderful success. இது நடிகர் தலகம் அப்படின்னு வரும்போது someone told me, I didn't know about it. They said they put as நடிகர் தலகம். நடிகர் தலகம் is very close to Shivaji சாரோட ஃபேன்ஸோட ஹார்ட், ரொம்ப க்ளோஸ். So what happened is they called me and they said, sir, நடிகர் தலகம் வச்சிருக்காங்க, can you please ask them to change or ask them to get something else? I said, I will try. I simply called to Lal sir. Lal sir, படம் இது நடிகர் தலம் எடுக்கிறாங்க சார், யார்? ஐயோ சார் என் பையன் சார், ப்ளீஸ் சார். I said, sir, எல்லாம் இன்னைக்கு டுடே throughout the world Shivaji sir is known as நடிகர் தலம். All those people who are very affectionate call him. So if you can, I will not force you, if you can,
if my son Gene says okay, you please try, and Dovina, please tell Dovina also, because it will be close to their heart also. நடிகர் தலம் பேரில் வந்து அவங்க படம் பண்ணாங்கன்னா it is a very big thing for them. So when they're doing that, please, I request, can you do? Can I? So with all the great heart, with the understanding, these people all, what they did was, they changed the name to Nadigar. I thank you all from the bottom of my heart, for my family, for the thousands of Shivaji sir fans. நீங்க வந்து டைட்டில் வந்து நடிகர் திலகம், you all have made it as நடிகர். You're a great நடிகர். Don't worry. All the best actors are there. And after all these movies, you're going to become a நடிகர் திலகம். So no problem. You're going to save Mr. Shivaji's name. So thank you so much for being so understanding, Mr. Lal. Gene, I know how it is today's youngsters. நான் 250 films பண்ணியிருக்கேன். 75 directors I have introduced. Okay? I'm very proud about that. Directors like you, P. Vasu sir, Arvind Dekumar. So they are all, from an associate assistant director, I see them and I pick them out. The reason was, I was forced to do 19 films with my father at that time. I wanted to get away from my father. Okay? Shivaji sir was a tree, banning tree. I only could live my handouts. I'm under a shade. I can't get his name, but I tried to save his name. I think I've done that much. Okay? So, this Nadigar Tilagam is very close to our heart. Please don't mistake us. People of Kerala also, please don't mistake us. We only requested. We did not force anyone. We requested. Requestல மாத்திருக்காங்க. நடிகர்னு பேரு. நடிகர் பெரிய ஹிட் ஆகும் ஹுசைன் மைத்ரேயி sir is one of the big producers in Telugu. Very happy to see him. And of course, Alan, you're going to become a big time. Soon you're going to take 10 commandments and a picture bigger than Bahubali. Okay? A picture bigger than Ponniyin Selvan. Thank you so much. It was wonderful to meet you all. First of all, Lal sir family ke namaskaram. Chechi, I will come one day. I did not come today. I'll come one day and I would have purchased them. Okay. Thank you. Thank you so much, ladies and gentlemen. Thank you so much. Thank you the whole team of Nadigar Tilagam to have changed the name to Nadigar. Okay? From today, this film is Nadigar. Okay? Thank you so much for understanding us and understanding the thousands and millions of fans of Mr. Shivaji's Nadigar Tilagam's fans. Their wishes. Thank you so much. Please. So kind of you. Okay, thank you. Your name? Okay, so that's the story. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ലുക്ക്. Yeah. அனூப் சார் உங்கள் பேரை மென்ஷன் பண்ணல தப்பாக நினச்சிக்காதீங்க. தேங்க்யூ மிஸ்டர் அனூப்புக்கு வாங்க வருக. தேங்க்யூ ஸோ மச். நடிகர் திலகம் பேர், நடிகர் திலகம் டைட்டில் இஸ் சேஞ்ச் டு நடிகர். ஓகே, where my handsome hero Tovino is there, he is a nadigar. You're going to become a Tilagam one day. Okay. Thank you so much, Gene. Thank you for understanding us, and thank you for coming out with this wonderful gesture. Thank you, Alan. Thank you, Alan. Thank you, everything, sir. Thank you, sir. Thank you, boss. Thank you. Thank you, gentlemen. ஐயோ இது சரியா இல்லைன்னா நம்ம க்ளோஸ் அப் சரியா இருக்காது. Thank you so much. Thank you, the whole team of Nadigar. Thank you so much, sir. And hello to all the media and press. Thank you so much. All the affection you showed to me is because of my father. And thank you so much for always being there for us. Thank you. Vanakkam.
ഓക്കെ, സാർ പറഞ്ഞു ഇനി നമ്മളൊന്ന് കാണാൻ പോവാണ്. പേര് ചേഞ്ച് ചെയ്ത് നടക്കുമ്പോഴുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ആണ് ഓൺ സ്ക്രീൻ നടക്കുന്നത്. സോ ഹിയർ വി ഗോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിക്കലും കൂടെ സ്റ്റേജിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് തോന്നുന്നു എനിക്ക്. സോ ഇഫ് ഐ കുഡ് റിക്വസ്റ്റ് ഓൾ ദി people associated with the movie to kindly pose for a picture. So there is it, ladies and gentlemen. നിങ്ങൾക്ക് സ്ക്രീനിൽ നടികർ ബൈ ലാൽ ജൂനിയർ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാണാം. ഈ സിനിമ സഞ്ചരിച്ച വഴി, ഈ സിനിമയുടെ പേര് സഞ്ചരിച്ച വഴി, അതിന്റെ കൃത്യമായിട്ടുള്ള കഥ നമ്മളെല്ലാവരും കേട്ടു. ബാക്കി കഥ സ്ക്രീനിൽ കാണാം. മെയ് 3-ാം തീയതി 2024 സിനിമ റിലീസാണ്. ഓക്കെ, നമ്മുടെ സാർ കഴിഞ്ഞില്ലേ? സാർ ഇനി വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ര മീഡിയ പ്രവർത്തകരുടെ എല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഇതൊരു പുതിയ പേര് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ. അത് നിങ്ങളുടെ വശത്തുനിന്ന് പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ നിങ്ങൾ റിലീസ് വരെയും റിലീസ് കഴിഞ്ഞും ഒക്കെ ഉണ്ടാവുമെന്നുള്ള ഒരുപാട് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും പത്രപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രഭു സാറിന് 1000 നന്ദി. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.